ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മൾ വീണ്ടും പുതിയ ഗെയിമില്ലട്ടാ. സോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്ക് സോംബി അപ്പോക്കലിപ്സ്. സോ ഗൈസ്, അപ്പോൾ സോംബി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇത് പാർട്ട് 5 നിർത്തുന്നതെന്ന് പറഞ്ഞാൽ എന്നാലും പാർട്ട് 4 നമുക്ക് എന്തോ ഭയങ്കര നിർത്താൻ പറ്റിയിട്ടാ. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ലാസ്റ്റ് പാർട്ടായി കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വൈകിക്കേണ്ട നേരെ വീഡിയോയിലൂടെ പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഉറക്കത്തിനിട്ട്. സോ ഗൈസ്, അപ്പോൾ അത് നമ്മുടെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പോൾ 4ാമത്തെ ദിവസമായി. ഇനി നമുക്ക് എന്തൊട്ട് ചെയ്യണ്ടേന്ന് പറഞ്ഞില്ല. നമ്മുടെ കാറുകൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ എന്തുന്നാ കഴിഞ്ഞ വർഷം ചെയ്ത് ഓർമ്മയില്ല. മറ്റേ നമ്മുടെ ടിപ്പറൊക്കെ നമ്മൾ എടുത്തിട്ടാ. ടിപ്പറല്ല, വണ്ടി സൗണ്ട് മനുഷ്യൻ പേടിച്ചും പോയി. അപ്പൊ വീണ് 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഒന്ന് വേഗം എണീറ്റ് പോടാ. ഇതെന്തോ സൗണ്ട്? സ്റ്റെപ്പ് ഇറങ്ങാനായിക്കോട്ടെ. വേഗം പോ. ഇതെന്തോന്ന് പ്രശ്നം സംഭവിച്ചേ? ഒന്ന് വേഗം പോടാ. സോ ഗൈസ്, അപ്പൊ നോക്കുന്ന അവിടെ എത്തട്ടെ. ഓടി മനുഷ്യൻ പേടിച്ചും പോയി. കുട്ടി എന്താണ് പൊട്ടിപ്പോ? ആണാ നമ്മുടെ ബസ്സുകളൊക്കെ അവിടെ പോയി. ചേടാ, അതും സോംബികൾ കളഞ്ഞ് ഇവന്മാര് കളഞ്ഞങ്ങനെ. അവൻ്റെ അവിടെ കാണിച്ചു തരാം. ഇവിടെ ഒരാള് വിളിച്ചടാ. ഒരാളവിടെ ചത്തിട്ടില്ല. കൊണ്ട് നട്ടു ഞാൻ കഴിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നാവോ? സോ ഗൈസ്, അപ്പോൾ നമുക്ക് തൽക്കാലം എന്താന്ന് പറഞ്ഞൂടാ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ ഒരു മതിൽ പണിഞ്ഞാലോ? ഇവിടെ മറ്റേ മിറ്റലും മണലൊക്കെ ഇല്ലേ? അപ്പം നമുക്ക് മതിൽ പണിഞ്ഞായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമുക്ക് മതിൽ പണിഞ്ഞ് നോക്കാം കേട്ടോ. കുറേ നേരം പിടിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ മതിൽ പണിഞ്ഞിട്ട് കാണിച്ചു തരാം. 6 hours later. അങ്ങനെ കുറേ നേരത്തിന് ശേഷം മതിലങ്ങനെ പണിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ അവിടെ നിന്നാണ് മിറ്റലൊക്കെ എടുത്തേ. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാ. അങ്ങനെ പണിഞ്ഞെടുത്ത് എന്താ അറ്റായിട്ട് വെച്ച്. അതാണ് ഈ പണിയാൻ വേണ്ടി സോംബികള് വരുന്നത്. എന്താണ് മെസ്സേജ്? ഹലോ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? ഹലോ ഇവിടെ പോലീസുകാരനെ സംസാരിക്കാൻ. നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ. ഹലോ, നിനക്കൊന്ന് വരാൻ പറ്റുമോ പോലീസ് സ്റ്റേഷനിലോട്ട്? ശരി സാറേ. എടാ പോലീസുകാർ അവിടെ തന്നെ ഉണ്ടോ? എന്തായാലും നമ്മളെ വിളിച്ചിട്ട് നമുക്കൊന്നൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടാ. ശരി സാറേ, ഞാൻ കട്ട് ചെയ്യണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പം നമുക്ക് നേരെ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ്. എന്താണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് പറഞ്ഞേക്കണേ. നമുക്ക് നേരെ നമ്മുടെ മറ്റേ റെഡ് വണ്ടി എടുത്തിട്ട് നേരെ പോകട്ടാ. ചേട്ടാ, എന്നാലും പോലീസുകാർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രശ്നം. സോ ഗൈസ്, അപ്പം നമുക്ക് ഇനി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകണം. അവിടെ അവന്മാരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ചേട്ടോ, അപ്പം നമ്മളത് നോക്കിയിട്ടില്ല കേട്ടാ. എന്താണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് പറയാന് നമ്മൾ വിളിച്ചേ. സോ ഗൈസ്, അപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു കേട്ടാ. എന്തായാലും കുറേ ദൂരം പോകാനുണ്ട്. വീലേ. സോ ഗൈസ്, അപ്പം നമുക്ക് ഇനി നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. നന്നായിട്ട് കഷ്ടപ്പെടിച്ചെടുക്കുന്ന വീഡിയോ ആണ്. അതിന് ഒരു 12 ലൈക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണേ. പ്ലീസ്, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് അറിയാം. സോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ഇവിടെ നിന്നിട്ട് നമുക്ക് ഇതിട്ട് JCBയിലല്ല ബസ് കിട്ടിയേ. അത് നമ്മളവിടെ കൊണ്ടുപോയിച്ച് എന്തായാലും അവന്മാർ കളഞ്ഞ്.
അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മതിലാണ് ഞാൻ നമ്മുടെ അത് പോലീസുകാരെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ ഓടി ചെല്ലാട്ടാ അവിടെ എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ മുമ്പിൽ കൂടെ കിടക്കാൻ പറ്റില്ല, അവിടെ തോന്നുകളാ. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോട്ടെ. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്ലിച്ച് ഉണ്ട്. നമുക്കപ്പോൾ ആ ഗ്ലിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഗ്ലിച്ച് ഈസ് ലൈക്ക് മീ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇറങ്ങാം. ആ എങ്ങനെയുണ്ട് ഐഡിയ? ഏയ് എന്താണ് നമ്മളിൻ്റെ ഉള്ളിൽ? പൊങ്ങ്. ആ ശരി. സോ ഗൈസ്, അപ്പോൾ ഏതോ സോംബി എടാ എന്നൊക്കെ സഹായിക്കടാ. ഓടിക്കോ. ഞാൻ ഈ സോംബിനെ ഒന്ന് കൊല്ലട്ടെട്ടാ. നമുക്ക് സ്ലോ മോഷൻ അടിച്ചിട്ട് സോംബിനെ കൊല്ലാം. പോലീസുകാരനെ ഉള്ളല്ലേ? Later. 3 hours later. എന്താണ് ചാവാത്തെ? ചാവടന്ന് ചത്തേ എന്തോരം വെടിയുണ്ടോ ചത്തേ. സൊക്കെ പോലീസുകാരൻ്റെ അടുത്ത് സംസാരിക്കാൻ പോട്ടാ. തോക്ക് മാറ്റി. ഈ സോമിനെ കൊല്ല. അങ്ങോട്ട് പോകും. നമുക്ക് ഇനി പോലീസുകാരൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. ഇവിടെ നിന്നോടോ ഞാൻ വിളിച്ചേ? നീ വിളിച്ച എന്തിനാ? നീ ഇയാളെ പോയി കാണും. സൊക്കെ നടന്നിട്ട് ഇയാളുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ട് സാറേ അപ്പം എന്നെ എന്തിനാ വിളിച്ചേ? സാറേ അറിയാണ്ട് കയറിപ്പോയത്. എന്തിനാ വിളിച്ചേ? അവിടെ എനിക്കൊരു കോലം പറയണം. നീ അത്ര ഐലൻഡിൽ ഒറ്റപ്പെട്ടിരിക്കണുള്ളൂ. എന്താ പറഞ്ഞ നീ എന്താ പോകാതിരുന്നേ? ഞാൻ ജുറാസിക് പാർക്കിൽ പോയേക്കായിരുന്നു. അപ്പം എന്തോന്നാ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ സോംബി അപ്പോക്കലിപ്സ് ഉണ്ടായിരുന്നു അറിഞ്ഞേ. അപ്പം അതുകൊണ്ടാട്ടാ. സാറേ അപ്പം എന്തൊട്ട് ഞാൻ ചെയ്യണ്ടേ? ഞങ്ങൾക്കൊരു പൊട്ടിക്കാനൊരു ബോംബ് പൊട്ടിച്ചാൽ ഇവിടുത്തെ ഇതൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് 5 ദിവസം മെസ്സേജ് ഇട്ടേ. അപ്പോൾ നീക്ക് പറ്റുമോ? പറ്റും. നിനക്ക് ഒരു കാറും വേണം ആ ബോംബ് വെക്കണ്ടേ? ആ കാറിന് എന്ത് ചെയ്യണ്ടേ? സാറേ ഇപ്പം എൻ്റെ ഒരു കാറിന് അത് മതിയാ? ഏത് കാറായാലും മതി. ആ ബോംബ് കാറിൻ്റെ ഉള്ളിൽ വെക്കണം. സാറേ ഇപ്പം ഞാൻ എൻ്റെ കാർ എൻ്റെ അപ്പുറത്തിട്ടുണ്ട്. ആ കാർ എടുത്തുകൊണ്ട് വരാട്ടാ. സോറി സാറേ ഞാൻ കയറിപ്പോയതാ. അത് കുഴപ്പമൊന്നുമില്ല മോനെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഞാൻ കാർ എടുത്തുകൊണ്ട് വരാട്ടാ. നമ്മുടെ കാറ് അവിടെ ഇരിക്കണം, കഷ്ടപ്പാടാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അത് പോയി എടുത്തുകൊണ്ട് വരാം. സാറേ ഇപ്പം ഞാൻ എൻ്റെ കാറൊന്ന് പോയി എടുത്തുകൊണ്ട് വരാട്ടാ. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കാർ പോയി എടുക്കാം. അപ്പോൾ CCTV ഒക്കെ ഉണ്ടല്ലേ? സൂപ്പർ. കാർ എടുത്തുകൊണ്ട് വരാട്ടാ. കാർ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാർ എടുത്തുകൊണ്ടുവന്നുണ്ട്. സാറേ ഞാൻ കാർ എടുത്തുകൊണ്ടുവന്നുണ്ട്. ഈ കാർ മതിയോ? മതിയിടോ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി സാറേ ഇനി എന്ത് ചെയ്യണ്ടേ? നീ തൽക്കാലം മോളിൽ പോയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി സാറേ, അപ്പം നമുക്ക് ഞാനൊന്ന് മോളിൽ പോയിട്ട് കിടന്നു നോക്കട്ടെ. ശരി. നീ ഇവിടെ എന്തായാലും സേഫാണ്, അത് പേടിക്കണ്ട. നമുക്ക് ഇനി മോളിൽ കയറി പോട്ടാ. സോറി, ഇയാളെന്നെ പിടിച്ചിട്ടേക്കണേ? അയാൾ ജയിൽ പുള്ളിയായിരുന്നു. അപ്പോൾ സോംബി വന്നപ്പോൾ അയാളിനെ ഇവിടെ ഇട്ടേക്കല്ലോ. വിടാൻ പോയപ്പോഴാണ് സോംബികളൊക്കെ വന്നത്. അപ്പോൾ അയാൾ കണ്ണോട്ടനെ വെച്ച് വായ. ശരി സാർ, അപ്പം നമുക്ക് നേരെ ഇനി മോളിൽ പോവാം. ഇനി സമാധാനമായിട്ട് ഇവിടെ നിന്ന് കടന്നുറങ്ങാം. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് കടന്നുറങ്ങാം കേട്ടാ. കുറച്ച് 1 മണിക്കൂറൊക്കെ പിടിക്കുന്നു വന്നേ. എന്നിട്ട് നമുക്ക് എണീക്കാം. അപ്പം എല്ലാവരും ഇവൻ കടന്നുറങ്ങട്ടെ കേട്ടാ. 3 hours later. അങ്ങനെ എണീറ്റുണ്ട്. സോ ഗൈസ്, ഇപ്പം നമ്മൾ എണീറ്റ് ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. സോ ഗൈസ്, അപ്പം നമുക്ക് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കാം. സാറേ വണ്ടി റെഡിയാ? നീ ഒന്ന് ബാക്കിലോട്ട് നോക്കിയോടോ മോനെ. ഇവിടെ കിണ്ണം കുറച്ച് വണ്ടി ആക്കിണ്ട് കേട്ടോ. ഇവിടെ പിന്നെ മോനെ എൻ്റെ ഇടയിൽ ബോംബ് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരി, എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ അറിയോ? എന്തെന്നാ? സോറി സാറേ, ആ ബോംബ് പൊട്ടിക്കാൻ വേറെ ബോംബിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ആ ബോംബില്ല. അപ്പം
അതിന് ബോംബ് വേണം. സോ ഗൈസ് അപ്പോൾ നമ്മുടെ സ്റ്റിക്കി ബോംബില്ലേ സാറ് എൻ്റെ അടുത്ത് ബോംബുണ്ട്. ഓ നിൻ്റെ അടുത്തുണ്ടല്ലേ, നല്ലത്. ഇനി ബോംബ് ഇവിടെ എടുക്കണ്ടല്ലോ. നീ ആ ബോംബ് വണ്ടിയുടെ എഞ്ചിൻ്റെ അടിയിലോട്ട് ഇട്. സോ അതിൻ്റെ അടിയിലെ ബോംബ് വെച്ചേക്കണേ. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ബോംബ് ഇതിൻ്റെ അടിയിലാണ് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ അടിയിലോട്ട് എറിയണം. അതുകൊണ്ടാക്കി ഇച്ചും കൂടി പൊക്കിപ്പണിഞ്ഞേ. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇത് ഇനി ഇടാം. ഇനി ഇവിടെ ഇടാം. സോ ഗൈസ് അപ്പം നമുക്ക് ഈ വണ്ടി ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇനി വരാനില്ലേ, വേറെ എന്തെങ്കിലും വേണം. നമുക്ക് നമ്മുടെ ജെറ്റ് പാക്ക് എടുത്തു എന്നിട്ട് ആ വണ്ടി വെക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി വെക്കുക. സാറ് എവിടെ കൊണ്ടുപോയി വെക്കണ്ടേ വണ്ടി? സിറ്റിയിലൊന്നും അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇവിടുന്ന് രക്ഷപ്പെടാനോ എൻ്റെ കയ്യിൽ ജെറ്റ് പാക്ക് ഉണ്ട്, അത് മതിയാ? ആദ്യം മതിയില്ല, നീ ജെറ്റ് പാക്ക് ആദ്യം കൊണ്ടുപോയില്ല, എന്നിട്ട് നീ കാറും കൊണ്ടുപോയി വെക്ക്. ഞങ്ങളപ്പോഴേക്കുണ്ട് സോംബികളോണ്ട് അലിവേറ്റർ ചെയ്യാം. സോ ഗൈസ് അപ്പം നമുക്ക് ഈ ജെറ്റ് പാക്ക് ഇടുന്നുണ്ട് ചേട്ടാ. ജെറ്റ് പാക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനി കൊണ്ടുപോയി വെക്കട്ടെ. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ജെറ്റ് പാക്ക് നമ്മൾ ഇനി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊരു സൈക്കിള് മാത്രം വിളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി സൈക്കിള് എടുക്കട്ടാ. സോ ഗൈസ് ഇപ്പോൾ ഞാനിത് വേഗമാണ് കാണിക്കണത്. എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ സോംബികളുള്ളും കൊണ്ടാട്ടാ. സോ ഗൈസ് അപ്പോൾ അതൊക്കെ നേരെ ഞാൻ അങ്ങോട്ട് പോട്ടാ. സാറേ അപ്പം ഞാനിത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണ്ടേ? അവിടെ ഞാൻ നിനക്ക് എന്താണെന്ന് പറഞ്ഞില്ലേ, ആ വണ്ടി കൊണ്ടുപോയി എൻ്റെ നടുക്കൊണ്ടുപോയി വെക്കട്ടാ. സാറേ അപ്പം ശരി, ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി വെക്കട്ടാ. സോ ഗൈസ് അപ്പം ഞാൻ അതിന് നടുക്കൊരു സ്റ്റിക്കി ബോംബ് വെച്ചിട്ടാ. അയ്യോ ഒരു സ്റ്റിക്കി ബോംബ് താഴത്തുണ്ടില്ല, കുഴപ്പമില്ല, ഇവിടെ അല്ല പൊട്ടണേ, ആ സാറന്മാർക്കൊന്നും പറ്റില്ല. സോ ഗൈസ് അപ്പം നമ്മുടെ സ്റ്റിക്കി ബോംബിനെ നടുക്ക് ചേരണ്ട. സോ ഗൈസ് അപ്പം നമുക്ക് ഇനി വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോവാം. ഇനി അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ് അപ്പോൾ ഇവിടെ സോംബികളുണ്ട്, നമ്മുടെ അവിടെ സോംബികൾ അധികം ഉണ്ടാവില്ല കേട്ടാ. സോ ഗൈസ് ഇപ്പോൾ ഇത് കാണുന്നവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടാ. നമ്മുടെ ലാസ്റ്റ് പാർട്ട് ആയിക്കൊണ്ടാണ് തോന്നുന്നേ, അങ്ങനെയാണ് തോന്നുന്നത്. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് കൊണ്ടുപോയേക്കാം. നമ്മുടെ ജെറ്റ് പാക്ക് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. സോംബികളോട് കുറച്ചുള്ളൂ കേട്ടാ. ബാക്കെടുക്ക് സോംബികളെ കാണല്ലേ. ചില സോംബികളെന്നാ പോലീസുകാരന്മാർ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി നമുക്ക് ഇനി നേരെ ജെറ്റ് പാക്ക് എടുത്തുകൊണ്ട് നേരെ ഇനി വല്ല ബിൽഡിങ്ങിൻ്റെ മോളിൽ കയറി പോവാം. പോവാൻ അല്ലെങ്കിൽ സോംബികളാണ്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇനി പറക്കാം. ഇനി അങ്ങോട്ട്. സോ ഗൈസ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? നമുക്ക് അവിടെ കാണുന്നത് അതിലോട്ട് പോട്ടാ. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ടോ, എന്നിട്ട് അവിടെ നിന്നിട്ട് ബോംബ് പൊട്ടിക്കുക. സോ ഗൈസ് അപ്പോൾ നമുക്ക് ബോംബില്ലേ ടൈമറിൽ പൊട്ടിക്കരുതാക്കട്ടാ. അപ്പം അതാണ് ഇച്ചും കൂടി ഇത്. സോ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ ബോംബ് ടൈമറിൽ പൊട്ടിക്കരുത് ശരിയാക്കട്ടാ. ശരി പരിപാടിയുണ്ട്. സോ ഗൈസ് അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ ഇനി നേരെ സ്വിച്ച് എഴുതിയിട്ടാ. നമുക്ക് നമ്മൾക്ക് സ്വിച്ച് നമ്മളെടുത്തുണ്ട്. ഞങ്ങൾക്ക് നമ്മളതും ഞെക്കിണ്ട്. ഇനി 1 മിനിറ്റിനുള്ളിൽ പൊട്ടും. അതേടെ ഇത് വന്നിട്ട് കേട്ടാ. സോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മളത് പൊട്ടാൻ ഇനി 1 മിനിറ്റ് പിടിക്കും കേട്ടോ. 1 മിനിറ്റ് എന്തായാലും കുഴപ്പമൊന്നുമില്ല. 1 മിനിറ്റ് ഒക്കെ ഇട്ടായിരുന്നു. 16, 17, 18, 19, 20, 21, 22, 23. സോ ഗൈസ് അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മളെ 30 ആരാണ്ട് വിളിക്കണ്ടല്ലോ. അവിടെ നീ വേഗം വേറെ സ്ഥലത്തോട്ട് ഓടിപ്പോൾ കോബോമിന് നല്ല സത്യം വേറെ സാറ് വിളിച്ചു പറഞ്ഞിട്ട് അറിഞ്ഞേ. അതുകൊണ്ട് വേഗം പൊക്കോ. ഏതോ സാറ് ഞാൻ ബോംബെ തൊട്ടടുത്തേക്കാണ്. നീ വേഗം രക്ഷപ്പെടും. എടാ നമുക്ക് വേഗം രക്ഷപ്പെടാട്ട് പറഞ്ഞു. പറക്ക് എടാ സമയം എടാ ബോംബ്
ഇവിടെ നമ്മളിവിടെ എന്ത് പറ്റി? നമ്മളാ ബോംബ് പിടിച്ചിട്ട് താഴെ വീണിട്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല അവന്. ചേട്ടാ ഇവിടെ എന്താ വണ്ടികളുടെ ശബ്ദം കേൾക്കണേ? അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറിണ്ടാവുന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോ നമ്മുടെ പോലീസുകാരന്മാരെ ഇവിടെ കൊണ്ടുപോയി കടത്തിയേക്കണേ. വണ്ടി എടുക്കട്ടെട്ടാ. എത്ര നാളായി വണ്ടി ഒന്ന് ഓടിച്ചിട്ട്. വണ്ടി എടുത്തോണ്ട് ഒന്ന് കറങ്ങാട്ടാ ഇവിടെ. ഓ നമ്മുടെ ഇവിടത്തേക്ക് ഇതൊക്കെ മാറി. ഓ എത്ര നാളായി, അല്ല എത്ര ദിവസമായി ഇവിടെ ഇങ്ങനായിട്ട്. മാറിയേക്ക ഇവിടെ മനുഷ്യന്മാരെ വന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കട്ടെ എന്താ സംഭവിച്ചെന്നൊക്കെ അറിഞ്ഞൂടാ. പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. നമ്പർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തിട്ട് ഓ വന്നപ്പോ തന്നെ ഇടിച്ച്. ഉപ്പ പോലീസുകാരനെ അടിച്ചേനെ. നമുക്ക് ഇയാളുടെ സംസാരിക്കാട്ടോ. അത് എന്താടാ കണ്ടത്? കൊറേ നാളായില്ല. കൊറേ നാളായാ? ഇവിടെ എത്ര ദിവസമായി? ഇവിടെ അങ്ങോട്ട് ഒരാഴ്ചയായി. നിന്നെ ആ വീട്ടിൽ ചികിത്സിക്കരുത്. ആണോ? ഞങ്ങളിപ്പോ അവിടുന്ന് വന്ന് പോന്നോളൂ. ആ അപ്പൊ ഞാനിങ്ങനെ എന്തോട്ട് പറ്റിയേ? അതൊക്കെ നീ സാറിന്റെ അടുത്ത് ചോദിക്കി. ആ ശരി. സുഖമായിപ്പോ ഇയാള് പറയുന്നത് സാറിന്റെ അടുത്ത് ചോദിക്കേണ്ട പറയണേ. എടാ എന്നാ വിശേഷം? എന്താ അങ്ങനെ പറയാ? എത്ര ദിവസമായി ഞാൻ ബോധിലാണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട്? എടാ നീ എങ്ങാണ്ട് ഒരാഴ്ചയായി ബോധിലാണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. ഓ ഇതപ്പൊ നമ്മള് ഒരാഴ്ചയായി. പിന്നെ കൺഗ്രാജുലേഷൻസ്. എന്തിനാ? നീ ആ ബോംബ് പൊട്ടിച്ചും കൊണ്ടാണ് ഇപ്പോൾ ഒന്നും കുഴപ്പമില്ലാണ്ടിരിക്കണേ. അല്ലെങ്കിൽ നമുക്ക് ബോംബ് പൊട്ടിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേനെ. അത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നാടിന് വേണ്ടിയല്ലേ. സാറേ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചുറ്റി അടിച്ച് കറങ്ങിട്ടൊന്നൊക്കെ വരാട്ടാ. ഓ ശരിടാ. സോ ഗൈസ് അപ്പം നമുക്കിനി നേരെ ഞാൻ അങ്ങോട്ട് പോട്ടാ. അല്ല ചുറ്റി അടിച്ചിട്ട് കറങ്ങാട്ടാ. സാറേ എന്നാ ശരിയപ്പാ. ആ ശരിടാ. നമുക്ക് നേരെ വണ്ടി കയറാട്ടാ. നമുക്ക് ഇനി ഇവിടെ ഒക്കെ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഓ വന്നോളൂ. അപ്പോഴേക്കും ഞാൻ വണ്ടിയും വെച്ചെടുത്തൊക്കെ സുഖമായിച്ചപ്പോ നമുക്ക് ആദ്യം തന്നെ ബോംബ് പൊട്ടിച്ച സ്ഥലത്തോട്ട് പോവാം. ഈ വണ്ടി വേണ്ട, നമുക്കൊരു വേറെ വണ്ടി വിളിക്ക. നമ്മുടെ ലംബോർഗിനി തന്നെ ആവത്തെ. ലംബോർഗിനിക്ക് 333 അതാ തൊണ്ണേ. നമ്പറൊക്കെ അടിച്ചിട്ട് കൊറേ നാളായി. 333 അതന്നെ. ലംബോർഗിനി എന്നിട്ടാ. ഓ വണ്ടികൾ എന്തൊരു ശബ്ദം. സുഖമായിച്ചപ്പോ നേരെ അങ്ങോട്ട് പോവാം. സുഖമായിച്ചപ്പോ നമ്മൾ ഇവിടെയാണ് ബോംബ് പൊട്ടിച്ചിട്ട് സ്ഥലം. നിങ്ങക്ക് കാണാലാ. സുഖമായിച്ചപ്പോ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ. ഇവിടെ ഇട്ടാണ് നമ്മള് ബോംബ് പൊട്ടിച്ചത്. ഇനി നമുക്ക് നമ്മുടെ സർവൈവ് ചെയ്ത സ്ഥലത്തോട്ട് പോവാം. അത് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നത്. ഇങ്ങോട്ടാണെന്നൊക്കെ എന്റെ വിശ്വാസം. നമുക്ക് പോയി നോക്കാം. മോനെ പറന്നിട്ട് നമ്മള്. ഓ നമുക്ക് അങ്ങോട്ട് കൊണ്ടത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ
എന്നൊക്കെ നമ്മുടെ സ്ഥലത്തമ്പലത്തിൻ്റെ ഓഫ് അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ നമ്മുടെ മതിലൊക്കെ ഉണ്ടായത് പോലീസുകാരും വഴി കളഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലാണ്ട് നമ്മൾ കിടന്നുറങ്ങിയിരുന്നേ. നമ്മുടെ വണ്ടികളൊക്കെ എന്തായാലും പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ 4 ദിവസം സർവ് ചെയ്തിട്ടുണ്ട്. സൗകര്യം അപ്പോൾ ഇതിൻ്റെ 4 പാർട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. സൗകര്യം അപ്പോൾ എന്താ പറയാനുള്ളത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടാ ഈ കണ്ടന്റ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സോംബി ഇതൊക്കെ ചെയ്തിട്ടില്ലേ, ശരി പ്രശ്നങ്ങളുണ്ടായി, എന്നാലും കുഴപ്പമില്ല. സൗകര്യം നല്ല കഷ്ടപ്പാടുണ്ടായി. അതിൻ്റെ ഫലം നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് അറിയിക്കുമല്ലോ. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിനെ മുകളിൽ കയറിയിട്ട് അവസാനിക്കട്ടെ. ആ ബിൽഡിങ്ങിനെ മുകളിൽ വെച്ച് അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഞാൻ ബിൽഡിങ്ങിൽ അങ്ങോട്ടോട്ടെ. സോ ഗൈസ്, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ നമുക്കത് അതിൻ്റെ ഇടയിൽ കാണുന്ന ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ കയറാട്ടാ. അപ്പം 3, 2, 1 ഒരു ബിൽഡിങ്ങിന് മുകളിൽ കയറി വന്നിട്ട്. സോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ നിർത്തലുണ്ടായുള്ളൂ, അല്ല ഇത്രയും പാർട്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേ കമൻറ്റ് ബോക്സ് ഇവിടെ ഓപ്പൺ ഉണ്ടോ, വേറെ കമൻറ്റ് ടൈപ്പ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉണ്ടായുള്ളൂ. നമ്മുടെ സ്ഥലത്ത് സോംബികളൊക്കെ കഴിഞ്ഞ് പോയി, നമ്മൾ ബോംബൊക്കെ പൊട്ടിച്ച് വെടിയും കഴിഞ്ഞ് ഇനി വേറെ കണ്ടന്റുമായിട്ട് വേറെ ദിവസം ഇനി വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞായറാഴ്ച ഒരു സൂപ്പർ കണ്ടന്റ് ആയിട്ട് ഉണ്ട് കേട്ടോ. ചൂച്ചു ചൾസിൻ്റെ കോപ്പി വെർഷനായ മൾട്ടി പ്ലെയർ. അപ്പം എൻ്റെ കൂട്ടുകാരുടെ അപ്പം ഞാൻ കളിക്കണേ. അപ്പോൾ നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾ നേരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, എന്നാലേ കാണുള്ളൂ. ആ ബെല്ലൈക്കണും കൂടി വേണമെങ്കിൽ അനേബിൾ ചെയ്തേക്കട്ടാ, നോട്ടിഫിക്കേഷൻ വേഗം കിട്ടൂല. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇത്ര നേരം കണ്ടേന് അപ്പം ബൈ ബൈ.